യാത്രകൾ അതെപ്പോഴും മനോഹരമാവുന്നത് അവ നമുക്ക് നൽകുന്ന അനുഭവങ്ങളാണല്ലേ. മൈൻഡും ബോഡിയും റിഫ്രഷ് ആവാനായിട്ട് ട്രാവൽ ഒരു നല്ലൊരു മെഡിസിനുമാണ്. ഇന്നൊരു ട്രാവൽ വ്ളോഗാണ് കേട്ടോ. മലൈക്കാസാണ്. എല്ലാവർക്കും സ്വാഗതം. ഈ മേപ്പിൾ ട്രീ ഒക്കെ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ നമ്മളെവിടെയോ പുറത്താണെന്ന്. അതെ, ഞങ്ങൾ സെർബിയയിലേക്ക് വരെ ഒന്ന് പോയി കേട്ടോ. അതിൻ്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ. സ്ട്രീറ്റ്സ് ഒക്കെ കണ്ടോ, നമ്മൾ ഇംഗ്ലീഷ് സിനിമയിൽ കാണുന്ന പോലെയല്ലേ. ഇത് ഗിന്നസ് വേ ഹെലോവ സ്ട്രീറ്റ് ആണ് കേട്ടോ. ഇവിടെ ഒരു ബിഗ് ജൈജാൻറ്റിക് ക്രിസ്മസ് ട്രീ അവർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓഫ് കോഴ്സ് അറിയാമല്ലോ, വെസ്റ്റേൺ കൺട്രീസിലൊക്കെ ക്രിസ്മസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഒക്കേഷനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പറ്റുന്നവരൊക്കെ ക്രിസ്മസ് ടൈമിൽ ഒന്ന് പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. ദിസ് ഇസ് ഡാന്യൂബ് റിവർ. ഈ റിവർ സൈഡിലാണ് ആക്ച്വലി സെർബിയയിലെ ബെസ്റ്റ് ഫോർട്രസ്സുകൾ കാണാൻ പറ്റും. നമ്മുടെ ഗൈഡ് പറഞ്ഞതനുസരിച്ച് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫോർട്രസ്സും അതേപോലെ ദ ബെസ്റ്റ് പ്രിസർവ്ഡ് വൺസ് എന്ന് പറയുന്ന ഫോർട്രസ്സുകളും കാണാൻ പറ്റുന്നത് ഈ ഡാന്യൂബ് റിവറിൻ്റെ സൈഡിലാണ്. ഇതാണ് ബെൽഗ്രേഡ് ഫോർട്രസ്. മേലെ ചെന്ന് കഴിഞ്ഞാൽ ബ്യൂട്ടിഫുൾ സൈറ്റാണ് കേട്ടോ. ഇതുകൊണ്ട് ഫോർട്രസ് ആക്ച്വലി അവർ കുറേ റിനോവേഷനൊക്കെ നടത്തുന്നുണ്ട് അവിടെ. അതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളിലും കുറച്ചൊക്കെ റെസ്ട്രിക്റ്റഡ് ആയിരുന്നു. അതിൻ്റെ ഏറ്റവും ടോപ്പിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഡാന്യൂബ് റിവർ കാണാൻ പറ്റും. ജസ്റ്റ് ഒരു പാർക്ക് പോലെയാണ്. അവിടെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല വ്യൂ ആണ്, ബ്യൂട്ടിഫുൾ വ്യൂ എന്ന് തന്നെ പറയാം. സീ, ദിസ് ഈസ് ഡാന്യൂബ് റിവർ. അവിടെ ഒരു ചെറിയ പാർക്ക് പോലെ കുട്ടികൾക്ക് കളിക്കാവുന്ന പ്ലേ ഏരിയ ഒക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു. അവിടെ ഒത്തിരി കുട്ടികളൊന്നുമില്ല, കുറച്ച് കുട്ടികളെ ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് അവിടെ നിന്ന് പോരാൻ ഇഷ്ടമുണ്ടായിരുന്നില്ല. പിന്നെ സ്ക്വിറിൽസിനെയൊക്കെ ഇഷ്ടം പോലെ കണ്ടു. പണ്ടേ ചർച്ചിൽ പോകാനും അവിടെ വെറുതെ പോയി കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാനൊക്കെ എനിക്ക് വളരെ ഇഷ്ടമാണ്. മേ ബി ബിക്കോസ് ഞാനൊരു കോൺവെൻറ്റ് സ്കൂളിലാണ് പഠിച്ചത്. എൻ്റെ നെയ്ബേഴ്സൊക്കെ ആണെങ്കിലും നാട്ടിൽ എല്ലാവരും ക്രിസ്ത്യൻസ് ആയിരുന്നു. അതുകൊണ്ടാവാം അവരുടെ ഒരു കൾച്ചറും അവരുടെ പ്രേയേഴ്സ് അതൊക്കെ എന്നെ കുറേയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ദൈവം എല്ലായിടത്തും ഉണ്ട്, എല്ലാ ദൈവങ്ങളും ഒന്നാണെന്നാണല്ലോ പറയുക. ഇത് സാവ ടെമ്പിൾ എന്നാണെന്ന് പറയുന്നെങ്കിലും ഒരു ചേർച്ചാണ് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാൻ. മേലെയൊക്കെ കണ്ടല്ലോ, അതിൻ്റെ റൂഫിലൊക്കെ ഒത്തിരി ആർക്കിടെക്റ്റ്, അതിൻ്റെ ക്രാഫ്റ്റ്മാൻഷിപ്പ് എന്ന് പറയുന്നത് എടുത്തു പറയേണ്ടതാണ്. വളരെ യുണീക്കായിട്ട് ഡിസൈൻ ചെയ്തേക്കുന്ന ഒത്തിരി കൊത്തുപണികളും പെയിൻറ്റിങ്സും ഒക്കെ ഉള്ള നല്ല ഭംഗിയുള്ള ഒരു ചർച്ചാണ് കേട്ടോ. ഞങ്ങൾ ഒരുപാട് സമയം അവിടെ സ്പെൻഡ് ചെയ്തു. എന്താ പറയുക, ഞാനും എന്നെ ആദ്യമായിട്ടാണ് തോന്നുന്നുണ്ട് ഒരു ചർച്ചിൽ പോകുന്നത്. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ നമുക്ക് നല്ലൊരു പീസ് ഓഫ് മൈൻഡ് ഫീൽ ചെയ്യും അല്ലേ. ഇത് സെയിൻറ്റ് സാവ, ദ ടെമ്പിൾ ഓഫ് സെയിൻറ്റ് സാവ എന്നാണ്. ആ സെയിൻറ്റിൻ്റെ ചർച്ചാണ് കേട്ടോ. നമ്മൾ ഈ ധൃതി പിടിച്ച് എവിടേക്കാണ് നടക്കുന്നതെന്ന് ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുമോ? ഐസ്ക്രീം കഴിക്കാനാട്ടോ. തണുപ്പത്ത് ഐസ്ക്രീം കഴിക്കണത് അതൊരു വല്ലാത്തൊരു ഫീലിംഗ് ആണ് കേട്ടോ. എനിക്ക് ആദ്യം ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു, ഈ തണുപ്പത്താണോ ഐസ്ക്രീം കഴിക്കുന്നതെന്ന്. പക്ഷേ തണുപ്പത്ത് ഐസ്ക്രീം കഴിക്കാൻ അടിപൊളിയാട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അവിടെ സെർബിയയിൽ സ്പെഷ്യലായിട്ട് ഐസ്ക്രീം കിട്ടുന്ന ഒരു ഷോപ്പ് ഉണ്ടെന്ന് നമ്മുടെ ഗൈഡ് പറഞ്ഞു. അതിനാണ് നമ്മളിപ്പോൾ ഈ കൂട്ടിക്കൊണ്ട് പോകുന്നത്. അതൊരു സ്ട്രീറ്റിൻ്റെ കുറച്ച് ഉള്ളിലോട്ട് കയറിയിട്ടാണ് കേട്ടോ. ഒരു ചെറിയ ഷോപ്പാണ്. അപ്പോൾ നമ്മുടെ കൂടെ ഈ വരുന്ന സുന്ദരക്കുട്ടപ്പനാണ് നമ്മുടെ ഗൈഡ്. ആ ഷോപ്പ് കാണിച്ചു തന്നതിന് ശേഷം ആൾ ഓക്കെ ഐസ്ക്രീമൊക്കെ എൻജോയ് ചെയ്യൂ, അത് കഴിഞ്ഞ് ഞാനിവിടെ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് പോയത്. ഈ കാണുന്ന ഈ ചെറിയ ഷോപ്പാണ് കേട്ടോ. സെർബിയയിൽ പോകുന്നവരൊക്കെ ഇതൊന്ന് നോട്ടീസ് ചെയ്ത് വെച്ചോളൂ. നല്ല ഐസ്ക്രീം കിട്ടുന്ന ഷോപ്പാണ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഞങ്ങൾ കയറുമ്പോഴേക്കും മൊബൈൽ ഓഫായി പോയത് കാരണം നമുക്ക് അതിൻ്റെ ഉള്ളിലുള്ള വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. ആ സ്ട്രീറ്റിൽ കുറേ ടൈം സ്പെൻഡ് ചെയ്തതിന് ശേഷം ഞങ്ങൾ രാത്രിയായപ്പോൾ തിരിച്ച് നീസ മെഹേല സ്ട്രീറ്റ് അവിടെ വന്നു കേട്ടോ. നമ്മുടെ ജുമേറ സ്ട്രീറ്റൊക്കെ കാണുന്ന പോലെ ഒരുപാട് കഫേസും ഷോപ്പുകളും മോൾസൊക്കെ ഉള്ള നല്ലൊരു സ്ട്രീറ്റ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പുറത്ത് എവിടെയെങ്കിലും വിസിറ്റ് ചെയ്യാൻ പോവുകയാണെങ്കിൽ ഓഫ് കോഴ്സ് ക്രിസ്മസ് ടൈമിൽ തന്നെ പോയിക്കോളൂ. കാരണം അവിടെയുള്ള ഡെക്കറേഷൻസും ഷോപ്പൊക്കെ എന്ത് ഭംഗിയാണ് കാണാനായിട്ട്. ഫുള്ള് പിന്നെ
രാത്രി ടൈമിൽ ചെറുതായിട്ട് സ്നോവും വരും. അത്രയ്ക്ക് രസമാണ് കാണാനായിട്ട്. അവിടെ ക്രിസ്മസിൻ്റെ ലൈറ്റ്സും സാന്റ, ക്രിസ്മസ് ട്രീ, എന്താ പറയണ്ടേ, അത്രയും ഭംഗിയുണ്ട്. നമ്മളുടെ അവിടെ ഒരു എന്താ പറയുക ലൈറ്റ് ഫെസ്റ്റിവൽ നടക്കുന്ന ഒരു ഫീലാണ് അവിടെ ക്രിസ്മസ് ടൈമിൽ. ഈ സ്ട്രീറ്റിൽ അങ്ങനെ സ്പെഷ്യലായിട്ട് നമ്മളൊന്നും കണ്ടതായിട്ട് പറയാനില്ല. കാരണം ഓൾമോസ്റ്റ് ഇവിടെയൊക്കെ കാണുന്ന പോലത്തെയുള്ള കഫേസും ഷോപ്സും ക്യാൻഡി ഷോപ്പുകൾ, പിന്നെ എനിക്ക് തോന്നുന്നു അവർ കൂടുതലായിട്ടും പ്ലം, ചെറീസ്, ബെറീസ് ഇതൊക്കെ തന്നെയാണ് എക്സ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് വെച്ചുണ്ടാക്കിയിട്ടുള്ള സ്വീറ്റ്സ്, ദെൻ എന്താ ഡെസേർട്ട് ഐറ്റംസ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വിൽക്കുന്ന ഷോപ്പുകൾ അതൊക്കെ തന്നെയാണ് കൂടുതലും ഈ സ്ട്രീറ്റുകളിൽ കണ്ടത്. പക്ഷേ ആ സ്ട്രീറ്റ് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വിൻ്റർ ടൈം ആയതുകൊണ്ട് അവിടെ എല്ലാം ഫുള്ള് ഡെക്കറേഷൻസാണ്. അത് കാണാൻ തന്നെ നല്ല രസമുണ്ട് കേട്ടോ. ഞാനുമൊക്കെ തണുത്ത് ഒരു പരിവായി, നൈറ്റും കൂടി ആയതുകൊണ്ട് തണവ് കൂടി. നിങ്ങൾക്കിത് കാണുമ്പോൾ രാത്രിയായ ഒരു ഫീലില്ലേ? ബട്ട് ഇറ്റ് വാസ് ജസ്റ്റ് 4:30 ഇൻ ദ ഈവനിങ്. 4:30 മണിയായിട്ടുള്ളൂ. ഞാനും 2 ജാക്കറ്റൊക്കെ ഇട്ട് മൂക്കൊക്കെ പൊത്തിയാണ് നടക്കുന്നത്. എനിക്ക് വലിയ കുഴപ്പമില്ല കേട്ടോ. എനിക്ക് തണുപ്പ് സഹിക്കാൻ പറ്റില്ല. കുറച്ച് നടന്നപ്പോൾ തന്നെ സത്യം പറഞ്ഞാൽ മതിയായി. പിന്നെ അത് മുഖത്ത് കാണിക്കുന്നില്ല എന്ന് മാത്രം, വീഡിയോ എടുക്കുന്നത് കൊണ്ട്. ആ ക്യാമറ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ബിഹൈൻഡ് ദ സീൻ വളരെ പത്തറ്റിക്കായിരുന്നു ഗൈസ്. നമ്മളവിടെ നിന്ന് കുറച്ച് സോവിനിയേഴ്സൊക്കെ വാങ്ങിച്ചു കേട്ടോ. ഫ്രണ്ട്സിനും ചേട്ടനും പിന്നെ നമുക്കും ഒക്കെ വേണമല്ലോ. അപ്പോൾ ആസ് എ മെമ്മറി ഇതൊക്കെ നമ്മൾ കളക്ട് ചെയ്യുമല്ലോ. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലേക്കാണ്, സോറി വീടല്ല, റൂമിലേക്കാണ് കേട്ടോ പോയത്. ഇതാണ് ഷോപ്പിംഗ് സെൻറ്റർ. വലിയൊരു ട്രീ ഉണ്ട്. സാന്റനെ കണ്ടോ? സാന്റ ഇതൊക്കെ വായി നോക്കി വെറുതെ നിൽക്കുന്ന കേട്ടോ. അതൊന്നും ഞങ്ങൾ വാങ്ങിച്ചൊന്നുമില്ല. പക്ഷേ എല്ലാ ഷോപ്പിലും കയറി നിരങ്ങിയിട്ടാണ് വന്നത്. ഇത്രയും തണുപ്പായിട്ടും എന്നാൽ തിരിച്ച് പോവാം എന്നൊരു ചെറിയൊരു ചാഞ്ചാട്ടം ഉണ്ടായെങ്കിലും ഞങ്ങൾ നിർത്തിയില്ല. കാരണം ഇത് വൺസ് ഇൻ എ വൈൽ കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ആണല്ലോ. തണുപ്പ് പേടിച്ച് പിന്നെ വരാം എന്ന് വെച്ചാൽ ഇനിയൊരവസരം ഉണ്ടാവില്ലല്ലോ. അന്നത്തെ സ്റ്റേ ഞങ്ങൾക്ക് ബെൽഗ്രേഡിലായിരുന്നു. ഇതിനടുത്ത് തന്നെയായിരുന്നു കേട്ടോ ഹോട്ടൽ. അപ്പോൾ നെക്സ്റ്റ് ഡേ നമുക്ക് സ്നോ കാണാമെന്നുള്ള പ്രതീക്ഷിക്കാം. നമുക്ക് നോക്കാം അല്ലേ? നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ.